ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ലെയർ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കോൺഫ്ലവർ, മിൽക്ക് മെയ്ഡ്, 2 കപ്പ് തേങ്ങാപ്പാൽ, ഇത് ഡ്രാഗൺ ഫ്രൂട്ട്, ഇത് ചൈന ഗ്രാസ് 15 ഗ്രാമുണ്ട്, ഇതൊന്ന് പൊളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇങ്ങോട്ട് അടർത്തിയെടുക്കാം. വാഷ് ചെയ്ത് വെച്ചതാണ്. ചേർക്കാം നമുക്ക്. ഇതിൻ്റെ 2 കളർ വാങ്ങാൻ കിട്ടും കേട്ടോ. ഈ കളറ് നല്ല ഉണ്ടാവും. പുഡിങ് ഉണ്ടാക്കിയാൽ നല്ല കളറുള്ള പുഡിങ് ആയിരിക്കും. എന്നിട്ട് ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം നമുക്ക്. ഇത് അരച്ചെടുക്കാം. നമുക്ക് ആദ്യം തന്നെ തേങ്ങാപ്പാലിൻ്റെ പുഡിങ് ഉണ്ടാക്കാം. 2 കപ്പ് തേങ്ങാപ്പാൽ നമ്മൾ എടുത്ത് വെച്ചത്, അതിലേക്ക് നമുക്ക് 1/4 കപ്പ് കോൺഫ്ലവർ, 1/4 കപ്പ് എന്ന് പറയുമ്പം 4 വലിയ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. നമുക്കതൊന്ന് കലക്കി വെച്ച് കൊടുക്കാം. കോൺഫ്ലവർ തീ കത്തിച്ച് വെക്കാം. ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിച്ചു പോകുന്നല്ല, കട്ടയായി പോകും. ചൂടായാൽ പിന്നെ കൈ വെക്കാണ്ട് ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്ക് ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലാണ്ട് ഉണ്ടാക്കാൻ നിൽക്കരുത്, പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. ഇങ്ങനെ കൈവെക്കാണ്ട് ഇളക്കി കൊടുക്കണം. ഈ രീതിക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കട്ടയും. അപ്പോൾ അത് തയ്യാറായി വന്നിട്ടുണ്ട്. ഇങ്ങനെ കിട്ടിയാൽ മതി. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് സേവ് ചെയ്ത് വെക്കാം. ഇതേപോലെ കണക്കാക്കി എടുത്താൽ മതി. മധുരമൊക്കെ കണക്കാണ്. ഇനിയിപ്പോൾ മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല, ഞാൻ ഇട്ടതെല്ലാം കണക്കാണ്. പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇത് നമുക്ക് ഇതിലേക്ക് സെർവ് ചെയ്യാം. ഇതൊന്ന് സെറ്റാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമുക്കെല്ലാം ഗസ്റ്റൊക്കെ വരുമ്പോഴും ഉണ്ടാക്കാം. പിന്നെ നമ്മളെ വീട്ടിലുണ്ടാക്കിയിട്ട് ഇരുന്നിട്ട് കഴിക്കുകയും ചെയ്യാം. നല്ല ഭംഗിയുണ്ടാവും. പരിപാടിക്കൊക്കെ നല്ലതുണ്ട്. ഇതിവിടെ സെറ്റാവട്ടെ. ഒന്നിങ്ങനെ ചൂടായി വരുമ്പോൾ പിന്നെ കൈ വെക്കാണ്ട് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ കട്ടായി പോവും. ഇതിവിടെ സെറ്റാവട്ടെ. നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ഉണ്ടാക്കി എടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. അത് 2 കപ്പ് പാലുണ്ട്. വാഷ് ചെയ്ത് വെച്ച് ചൈന ഗ്രാസ്, അതിനെ ഇത് തീ കത്തിച്ച് കൊടുത്തിട്ട് ഇത് വെന്ത് വരട്ടെ.
ചൈന ഗ്രാസും പറയുന്ന മാതിരി തന്നെ ഇളക്കി കൊടുക്കണം. ഒന്ന് തിളച്ച് വന്നാൽ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചൈന ഗ്രാസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം നന്നായി മെൽട്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഒഴിച്ച് കൊടുക്കാം. ഇത് പുഡിങ് ഉണ്ടാക്കിയാൽ നല്ല കളറുണ്ടാവും. ഇതിലേക്ക് മധുരത്തിന് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുക. പഞ്ചസാര ഇട്ട് കൊടുക്കട്ടോ. നന്നായി ഇളക്കി ചേർക്കാം. അത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുറത്ത് വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. ഞാൻ 3/4 കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്ത്. മധുരം കണക്കാണ്. ചിലപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. നമുക്കിതൊന്ന് സെറ്റാക്കാൻ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ തേങ്ങാപ്പാലിൻ്റെ പുഡിങ് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് ഇതിൻ്റെ മേലെ ഈ ചൂടാറിയിട്ടേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ. ഇപ്പോൾ 2 ലെയറായിട്ട് വരും. അടിയിലൊന്ന് ഇതോ. ഇനി ഇത് സെറ്റാവട്ടെ. അപ്പോൾ നമുക്കിങ്ങനെ പീസാക്കിയിട്ട് കൊണ്ടാക്കാൻ നല്ല ഭംഗിയുണ്ടാവും. ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മളെ പുഡിങ്ങൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാവും, കണ്ടോ? അതിങ്ങനെ പീസാക്കി കൊടുക്കാൻ പറ്റും. അതേപോലെ അങ്ങനെ പീസാക്കി കൊടുക്കാം. നമ്മൾ ടേബിളിൽ കൊണ്ടുവെക്കുമ്പോഴും പിന്നെ നമ്മൾ കഴിക്കാനെടുക്കുമ്പോഴൊക്കെ നല്ലതുണ്ടാവും. എന്നാൽ ഇത് കണ്ട ഇതുപോലെ കിട്ടും. ഇതുപോലെ ഇങ്ങനെ അടിയിലത്തത് ആദ്യം ഒന്ന് സെറ്റായതിൻ്റെ ശേഷം മേലത്തെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.